ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും ഫീൽഡിൽ തന്നെ ഉണ്ട്. വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവർ വോട്ടർമാരെ കൊണ്ട് ബൂത്തിലെത്തി എത്തിക്കുകയാണ്. തിരുവനന്തപുരത്ത് അത്യുജ്വലമായ വിജയമായിരിക്കും ഉണ്ടാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDF വീണ്ടും അധികാരത്തിൽ വരും. വർക്കല മുനിസിപ്പാലിറ്റി, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, ഈ 3 മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ അതിന് നില മെച്ചപ്പെടുത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥ്യം വന്നേക്കും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമല്ല. ഗ്രാമപഞ്ചായത്തുകൾ കഴിഞ്ഞ വർഷം BJPക്ക് ഉണ്ടായിരുന്ന കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കല്ലൂർ പോലുള്ള സ്ഥലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. പക്ഷേ ഒരിക്കലും അത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രചരണ രംഗത്തെല്ലാം കോൺഗ്രസ് മുന്നേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്ത് BJP ആയിട്ടുള്ള വോട്ട് കച്ചവടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് BJPക്ക് 35 സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ BJPക്ക് 35 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. ഇപ്രാവശ്യം അവർ കുറച്ച് രംഗത്തുണ്ടായിരുന്നു, ആ കാര്യം സത്യമാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് സീറ്റൊന്നും കോൺഗ്രസ് ഒരിക്കലും പിടിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇന്നിപ്പം BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന ശ്രീലേഖ ലംഘനമാണ് ശ്രീലേഖ നടത്തിയിരിക്കുന്നത്. അവർ പിടിക്കുമെന്ന് പറഞ്ഞല്ലോ, അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചല്ലേ. 60 സീറ്റ് വരെ 60 വാർഡുകൾ വരെ പിടിക്കുന്നതാണ് സർവേ ഫലം എന്ന രീതിയിൽ 60 സീറ്റ് എന്നൊക്കെ BJPക്ക് കിട്ടുമെന്ന് ശ്രീലേഖ ഉള്ള ഒരാൾ പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുള്ള അവരുടെ അജ്ഞത മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പൊതു രാഷ്ട്രീയ രംഗത്തും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ 101 കോർപ്പറേഷൻ വാർഡുകളുടെയും രാഷ്ട്രീയ പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയാണ് ജയിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ലാതെ ആരോ എഴുതി കൊടുത്ത കാര്യം പറഞ്ഞതാണ്. അവരുടെ ആഗ്രഹം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവേ ഫലങ്ങൾ പുറത്തു പറയാൻ വേണ്ടി പാടുള്ളൂ എന്ന് വെച്ചാൽ അത് നിയമപരമായി പ്രശ്നമാണ്. കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ലംഘനമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.